അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ നാളെ മുതൽ പണിമുടക്കുകയാണ്. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ നികുതി പിരിവിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. വലിയ നികുതിയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടുള്ള ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ നാളെ മുതൽ ഓടില്ല എന്നാണ് തീരുമാനം. സാമ്പത്തിക നഷ്ടം സഹിക്കാൻ കഴിയുന്നില്ലെന്നാണ് ബസ് ഉടമകൾ പറയുന്നത്. കേരളത്തിൽ നിന്നും കേരളത്തിലേക്കുമുള്ള അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ, വിശിഷ്യ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് അടക്കമുള്ള വാഹനങ്ങൾ നാളെ മുതൽ നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് വാഹന ഉടമകളുള്ളത്. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനത്തിന് ഓരോ സംസ്ഥാനത്തിനും നികുതി അടക്കേണ്ടതില്ല എന്ന വ്യവസ്ഥകൾ പ്രകാരമാണ് ഇത്തരത്തിലൊരു പെർമിറ്റ് എടുത്തുകൊണ്ട് വാഹന ഉടമകൾ കേരളത്തിൽ സർവീസ് ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കർണാടകത്തിലും ടാക്സ് വാങ്ങിക്കുന്ന അവസ്ഥയുണ്ട്. ഈ വിഷയങ്ങൾ അടിയന്തരമായിട്ട് ഗതാഗത മന്ത്രി തലങ്ങളിൽ ചർച്ച നടത്തി പരിഹാരം കാണാത്ത പക്ഷം വാഹനം നിരത്തിലിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഞങ്ങൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വണ്ടിക്കാരാണ്. ഓൾ ഇന്ത്യ പെർമിറ്റ് എടുത്ത് കേരളത്തിൽ ബർത്തിന് 3000 രൂപയും സീറ്റിന് 2000 രൂപയും പിന്നെ ഓൾ ഇന്ത്യ ടാക്സ് ആയ 90,000 രൂപയും അടച്ച് ഓടുന്ന വണ്ടിക്കാരാണ്. അപ്പോൾ നിരന്തരമായി തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ തന്നെ കർണാടകയിൽ നിന്നും ടാക്സ് ഇനത്തിൽ നമ്മളെ കുത്തിക്കൊലയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും ഭീമമായ തുകയുടെ പുറത്താണ് ഞങ്ങൾ ഈ വണ്ടികളൊക്കെ ഓടിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ ടാക്സ് ഇതിൽ അടിച്ച് ഏർപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റില്ലാത്ത സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് വിപിൻ സി വിജയൻ വിവരങ്ങളുമായി ചേരുന്നു. നാളെ മുതൽ ഈ അന്തർ സംസ്ഥാന റൂട്ടുകളൊക്കെ അവസാനിപ്പിക്കുകയാണെങ്കിൽ യാത്രക്കാർക്ക് വല്ലാത്ത ദുരിതമായിരിക്കും. കാരണം കൂടുതലും ഇത്തരം സർവീസുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗസ്ഥരും ബാംഗ്ലൂരിലേക്ക് പോകുന്ന കുട്ടികളും ഒക്കെ ഉണ്ടല്ലോ, ചെന്നൈയിലേക്കും ഹൈദരാബാദിലേക്കും. അവരൊക്കെ വല്ലാതെ വലയാനുള്ള സാധ്യതയുണ്ടല്ലോ. പാരലായിട്ട് എന്ത് അറേഞ്ച്മെൻ്റ് ആണ് ചെയ്യാൻ കഴിയുക? അതേ SKN, വലിയ പ്രതിസന്ധി തന്നെയായിരിക്കും. പ്രത്യേകിച്ച് ചെന്നൈയിലേക്കും ബാംഗ്ലൂരിലേക്കും പോകുന്ന ഈ പറഞ്ഞ പോലുള്ള യാത്രക്കാരെ സംബന്ധിച്ച് മറ്റെന്ത് പോം വഴി എന്നുള്ളതൊരു വലിയ ചോദ്യമാണ്. കാരണം ട്രെയിനിലൊക്കെ ടിക്കറ്റ് പോലും കിട്ടാത്ത അത്രയും ഒരു പ്രശ്നം ആ വഴിക്കും നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഈ അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ നാളെ മുതൽ പണിമുടക്കുന്നു എന്നുള്ള വിവരം അറിയിച്ചിരിക്കുന്നത്. അത് വൈകിട്ട് 6 മണി മുതലാണ് നാളെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം അന്യായമായ നികുതി, ഒപ്പം തന്നെ വലിയ തുക പിഴ ഈടാക്കുന്നു, അവിടെ നിന്നും വണ്ടികൾ സീസ് ചെയ്തെടുക്കുന്നു തുടങ്ങിയിട്ടുള്ള ഇവർ പറയുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അതായത് ഈ നികുതി വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട രമ്യതയിൽ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. കഴിഞ്ഞ ഏകദേശം 1 വർഷത്തോളമായി തമിഴ്നാട്ടിൽ നിന്ന് ഇത്തരത്തിൽ നികുതി വാങ്ങുന്നുണ്ട്. ഇവരെല്ലാം തന്നെ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തതാണ്. അതിനു പുറമെ സംസ്ഥാനത്തിന്റെ നികുതി ഏത് തരത്തിൽ വരും എന്നുള്ളതാണ്. അങ്ങനെ നികുതി വാങ്ങുന്നുണ്ടെങ്കിൽ അത് ഏത് മാനദണ്ഡം, ഏത് ചട്ടപ്രകാരമാണ് എന്നുള്ളൊരു ചോദ്യമാണ് ഈ ടൂറിസ്റ്റ് ബസിന്റെ ഉടമകളൊക്കെ ചോദിക്കുന്നത്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുതൽ അത് കർണാടകയിൽ നിന്നും വാങ്ങുന്നു. അപ്പോൾ ഇത് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണ് വണ്ടി സീസ് ചെയ്തെടുക്കുന്ന ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ കർണാടകയും തമിഴ്നാടിന്റെയും ഈ നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാഹനങ്ങൾ നിർത്തുന്നത്. കേരളത്തിൽ ഏകദേശം 400ഓളം ടൂറിസ്റ്റ് ബസ്സുകളാണ് ഇത്തരത്തിൽ അന്തർ സംസ്ഥാന ആയിട്ട് ഓടുന്നത്. അതാണിപ്പോൾ നിർത്തിവെക്കുന്നത്. അങ്ങനെയെങ്കിൽ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് വരുന്ന ബസ്സുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം മുതൽ ഇത്തരത്തിൽ ടാക്സ് ഈടാക്കാൻ ഒരു തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെ ഉള്ള ഒരു നടപടി ഉണ്ടായതുകൊണ്ട് തന്നെ അവരും ഈ ഒരു ആലോചനയിലാണ്. അവിടെ നിന്നും ഇങ്ങോട്ടേക്കും ബസ് വരേണ്ടതില്ല എന്നുള്ളൊരു ആലോചനയിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെയെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലായിരിക്കും ഈ യാത്രയെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ഗതാഗത മന്ത്രാലയം, ഒപ്പം തന്നെ ഈ സംസ്ഥാന ഗതാഗത മന്ത്രിമാരൊക്കെ തമ്മിൽ ഒരു ചർച്ച ഇക്കാര്യത്തിൽ അടിയന്തരമായിട്ട് വേണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. SKN, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.